പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ് അടിസ്ഥാനപരമായി എതിർക്കുന്ന നയങ്ങളെ പ്രശംസിച്ച തരൂരിനെ ഒരു ഹിപ്പോക്രാറ്റ് എന്ന് വിളിച്ച സന്ദീപ് ദീക്ഷിത് പറഞ്ഞ വാചകങ്ങളെ കുറിച്ചാണ്. കോൺഗ്രസ് അടിസ്ഥാനപരമായി എതിർക്കുന്ന നയങ്ങളെ പ്രശംസിച്ച തരൂർ ഒരു ഹിപ്പോക്രാറ്റ്. എന്തിനാണ് നിങ്ങൾ ഇപ്പോഴും കോൺഗ്രസിൽ തുടരുന്നത്? MP ആയതുകൊണ്ട് മാത്രമാണോ? BJPയിൽ പൊയ്ക്കൂടെ? ശശി തരൂരിനെതിരെ ആഞ്ഞടിച്ച് സന്ദീപ് ദീക്ഷിത്. രക്തസാക്ഷി പരിവേഷം നേടി പുറത്താകാൻ ആഗ്രഹിക്കുന്ന തരൂരിനെ കോൺഗ്രസ് പുകച്ച് പുറത്തു ചാടിക്കുമോ? വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. സ്റ്റേ ട്യൂൺഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയ ശശി തരൂരിനെതിരെ കോൺഗ്രസിനുള്ളിൽ അമർഷം പുകയവേ കടുത്ത വിമർശനം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത്. തരൂരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് സന്ദീപ് രംഗത്ത് വരുന്നത്. തരൂരിനെ ഹിപ്പോക്രാറ്റ് എന്ന് വിളിച്ച സന്ദീപ് എന്തിനാണ് നിങ്ങൾ ഇപ്പോഴും കോൺഗ്രസിൽ തുടരുന്നതെന്നും ആരായുകയാണ്. തരൂർ വിഷയത്തിൽ ഹൈക്കമാൻഡിന്റെ മൗനം തുടരുന്നതിനിടെയാണ് സന്ദീപ് ദീക്ഷിത് കടന്നാക്രമണവുമായി രംഗത്ത് വരുന്നത്. തരൂരിന്റെ പരാമർശങ്ങൾ പാർട്ടിയുടെ നിലപാടുമായി പൊരുത്തപ്പെടുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിശ്വസ്തതയെക്കുറിച്ച് സംശയങ്ങളുണ്ടെന്നും സന്ദീപ് പറയുന്നു. കോൺഗ്രസ് നേതാവ് അടിസ്ഥാനപരമായി എതിർക്കുന്ന നയങ്ങളെ പ്രശംസിച്ചതിനാണ് സന്ദീപ് തരൂരിനെ ഹിപ്പോക്രാറ്റ് എന്ന് വിളിച്ച് ആക്ഷേപിച്ചത്. രാജ്യത്തെക്കുറിച്ച് ശശി തരൂരിന് കാര്യമായി അറിവുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾക്ക് കോൺഗ്രസിന്റെ നയങ്ങൾക്കെതിരെ നിൽക്കുന്ന ആരെങ്കിലും രാജ്യത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്നുവെന്ന തോന്നലുണ്ടെങ്കിൽ ആ രാഷ്ട്രീയം പിന്തുടരുകയാണ് വേണ്ടത്. അല്ലാതെ എന്തിനാണ് കോൺഗ്രസിൽ തുടരുന്നത്? MP ആയതുകൊണ്ട് മാത്രമാണോ? ദീക്ഷിത് ചോദിക്കുന്നത് ഇങ്ങനെയാണ്. BJPയുടെയും പ്രധാനമന്ത്രിയുടെയും നയങ്ങൾ സ്വന്തം പാർട്ടിയുടെ നയങ്ങളെക്കാൾ നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ അക്കാര്യം വിശദീകരിക്കണം, അല്ലെങ്കിൽ നിങ്ങളൊരു ഹിപ്പോക്രാറ്റ് ആണെന്നും സന്ദീപ് പറയുന്നു. സന്ദീപിനെ കൂടാതെ മറ്റു നേതാക്കളും വിമർശനമുയർത്തി രംഗത്ത് വന്നിരിക്കുന്നു. കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനിറ്റാണ് മറ്റൊരു വിമർശക. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പ്രശംസിക്കത്തക്കതായി ഒന്നും താൻ കണ്ടില്ലെന്നും ശശി തരൂർ എങ്ങനെയാണ് അങ്ങനെ കണ്ടെത്തിയതെന്നും അറിയില്ലെന്നുമായിരുന്നു സുപ്രിയയുടെ വാക്കുകൾ. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ നേരിട്ട് പങ്കെടുത്തതിന്റെ അനുഭവം വിവരിച്ച് ശശി തരൂർ എക്സിൽ പങ്കുവച്ച കുറിപ്പാണ് വിവാദമായിരിക്കുന്നത്. രാംനാഥ് ഗോയങ്ക അനുസ്മരണ ചടങ്ങിൽ മോദിയുടെ പ്രസംഗത്തെയാണ് തരൂർ പുകഴ്ത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങിലേക്ക് തന്നെ ക്ഷണിച്ചിരുന്നതായും ചടങ്ങിൽ പ്രധാനമന്ത്രി വികസനത്തിനു വേണ്ടിയുള്ള വ്യഗ്രതയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തുവെന്ന് തരൂർ തന്റെ എക്സ് പോസ്റ്റിൽ കുറിക്കുന്നു. കൊളോണിയലിസത്തിന് ശേഷമുള്ള മാനസികാവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകണമെന്ന് പ്രധാനമന്ത്രി വാദിക്കുകയും ചെയ്തതായി ശശി തരൂർ എക്സ് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരത്ത് നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച പാർലമെന്റ് അംഗവുമായ ശശി തരൂർ രാജ്യത്തെ BJP സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും തുടർച്ചയായി പ്രകീർത്തിച്ച് രംഗത്ത് വരുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പഹൽഗാം അക്രമവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് മോദിയെയും BJP സർക്കാരിനെയും പ്രകീർത്തിച്ച് രംഗത്തെത്തിയിരുന്നു. രാഹുൽ ഗാന്ധി പഹൽഗാം അക്രമത്തിൽ സർക്കാരിനെതിരെ കടുത്ത പ്രതികരണവുമായി രംഗത്തിറങ്ങിയ അതേ കാലഘട്ടത്തിലാണ് തരൂർ മോദിയുടെ നിലപാടുകളെ പ്രകീർത്തിച്ച് രംഗത്തെത്തിയിരുന്നത്. പിന്നീട് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് വിശദീകരിക്കാനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന സംഘത്തെ നിയോഗിച്ചപ്പോൾ തരൂർ പ്രധാന താരമായി. പാർട്ടിയുമായി ആലോചിക്കാതെ തരൂർ സംഘത്തെ നയിക്കാനെത്തിയതോടെ കോൺഗ്രസ് നേതൃത്വവുമായി തരൂർ അകലുകയായിരുന്നു. രാജ്യത്തിന്റെ ക്ഷേമമാണ് തനിക്ക് മുഖ്യമെന്നായിരുന്നു തരൂരിന്റെ ഈ വിവാദത്തിലുള്ള നിലപാടും. ഇതിനുശേഷവും ശശി തരൂർ നിരവധി തവണ മോദിയെ സ്തുതിച്ച് രംഗത്തെത്തുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ചയാണ് കോൺഗ്രസിലെ കുടുംബാധിപത്യത്തെക്കുറിച്ച് ഒരു മലയാള പത്രത്തിൽ തരൂർ ലേഖനം എഴുതിയതും. നെഹ്റു കുടുംബത്തെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്ന ലേഖനം എഴുതിയ തരൂർ ഹൈക്കമാൻഡിന്റെ കടുത്ത എതിരാളിയായി മാറിയിരുന്നു. പല അവസരങ്ങളിലും തരൂർ പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നുവെന്ന സൂചനകൾ നൽകിയിരുന്നെങ്കിലും തരൂർ കോൺഗ്രസിന്റെ ഭാഗമായി തുടരുകയാണ്. BJPയുടെ മുതിർന്ന നേതാവായ LK അദ്വാനിയെ പുകഴ്ത്തിയതടക്കം തരൂരിനെതിരെയുള്ള നിരവധി പരാതികൾ AICCയുടെ മുന്നിൽ എത്തിയെങ്കിലും ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കി തരൂരിനെ പുറത്താക്കില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ വിജയം നേടാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. അതിനായി ഉന്നതാധികാര സമിതി രൂപീകരിക്കുകയും തരൂരിനെ അടക്കം കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. തന്നെ ആവശ്യമുള്ളവർക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വിളിക്കാമെന്ന് തരൂർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാനായി കച്ചകെട്ടിറങ്ങിയ കോൺഗ്രസിന് തിരുവനന്തപുരം MP വിനയാവുമോ എന്ന ഭയമാണ് പാർട്ടി നേതൃത്വത്തിലുള്ളത്. സ്ഥലം MPയും കോൺഗ്രസ് നേതാവുമായ തരൂർ അടക്കം മോദിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നുവെന്ന പ്രചാരണമാണ് എതിരാളികളായ BJP നടത്തുന്നത്. ഇത്തരത്തിൽ BJPക്ക് രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ തുടർച്ചയായി ഉണ്ടാക്കുന്ന തരൂരിനെ എങ്ങനെ പ്രചരണത്തിൽ സഹകരിപ്പിക്കുമെന്ന ആശങ്കയിലാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതൃത്വവും. തരൂർ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ നിന്നും രാജിവെക്കണമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ നിലപാടും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തരൂർ പൂർണ്ണമായും മോദിപക്ഷക്കാരനായി മാറിയെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്ന ആരോപണവും. തരൂർ BJP ചേരിയിലേക്ക് വഴിമാറുന്നതായുള്ള ദേശീയ മാധ്യമങ്ങളുടെ വിലയിരുത്തലിനെ തുടർച്ചയായി തിരുത്തുന്ന തരൂർ താൻ കോൺഗ്രസിനോടും അതിന്റെ പ്രത്യയശാസ്ത്രത്തോടും വിശ്വസ്തത പുലർത്തുന്നു എന്നാണ് പ്രതികരിച്ചിരുന്നത്. കോർ കമ്മിറ്റി രൂപീകരിക്കുകയും തരൂരിനെ അടക്കം ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. തന്നെ ആവശ്യമുള്ളവർക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വിളിക്കാമെന്ന് തരൂർ വ്യക്തമാക്കിയിരുന്നു.
എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാനുള്ള കച്ചകെട്ടി ഇറങ്ങിയ കോൺഗ്രസിന് തിരുവനന്തപുരം MP ഒരു വിനയാകുമോ എന്ന് തന്നെ നോക്കിക്കാണേണ്ടതാണ്. പ്രിയ പ്രേക്ഷകർ, വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വലിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു ലീഡ് സ്റ്റോറിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.